ബോക്സ് ഓഫീസ് ജോസച്ചായന്റെ പഞ്ചിൽ തകരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 4 ദിവസം കൊണ്ട് ടർബോ 50 കോടി ക്ലബിൽ കയറിയെന്ന നിർമ്മാതാക്കളുടെ അവകാശവാദത്തിന് പുറമെ 7ാം ദിനവും മികച്ച ബുക്കിംഗ് ആണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. തിമിർത്ത് പെയ്യുന്ന മഴയിലും ചിത്രം കളക്ഷൻ വാരിക്കൂട്ടുകയാണെന്നാണ് ട്രാക്കർമാരുടെ പക്ഷം. മികച്ച അഭിപ്രായവുമായി ഗുരുവായൂർ അമ്പലനടയിലും തലവനും മന്ദാകിനിയും തിയേറ്ററിൽ തുടരുമ്പോൾ തന്നെയാണ് ടർബോ ജോസിനെ കാണാൻ പ്രേക്ഷകർ ടിക്കറ്റ് എടുക്കുന്നത്. ചിത്രം 50 കോടി ക്ലബിൽ എത്തിയത് മാത്രമല്ല വാർത്ത. ഈ വർഷം 50 കോടി ക്ലബിലെത്തുന്ന രണ്ടാമത്തെ മമ്മൂട്ടി ചിത്രമാണ് ടർബോ. ഭ്രമയുഗമായതു മറ്റൊന്ന്. ക്രിസ്റ്റഫർ പരാജയപ്പെട്ടതൊഴിച്ചാൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ മമ്മൂട്ടിയുടേതായി തിയേറ്ററിലെത്തിയ 10 ചിത്രങ്ങളും സാമ്പത്തിക വിജയമായിരുന്നു. ഇതിൽ തന്നെ ഏതാനും ചിത്രങ്ങൾ 50 കോടി ക്ലബിൽ എത്തുകയും ചെയ്തു. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച എല്ലാ ചിത്രങ്ങളും സാമ്പത്തിക വിജയം നേടിയെന്നതും എടുത്തു പറയേണ്ടതാണ്. ആദ്യ ദിനത്തിലെ റെക്കോർഡ് കളക്ഷന് ശേഷം ഈ ആഴ്ചയും തിയേറ്ററിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. തിങ്കളാഴ്ച 2.46 കോടിയും ചൊവ്വാഴ്ച 2 കോടിയിലേറെയും ടർബോ സ്വന്തമാക്കിയെന്നാണ് ട്രാക്കർമാർ നൽകുന്ന വിവരം. മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ റിലീസാണ് ടർബോ നടത്തിയതും. 70ഓളം രാജ്യങ്ങളിൽ ഒരേ സമയം റിലീസ് ചെയ്യുന്ന ചിത്രമായും ടർബോ മാറിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ മലയാള ചിത്രങ്ങൾ കേരളത്തിൽ എന്ന പോലെ ആഘോഷമാക്കുന്നതിലേക്കും കാര്യങ്ങളെത്തി. സൗദി അറേബ്യയിൽ ഏറ്റവും വലിയ ആദ്യദിന കളക്ഷൻ നേടുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡും ടർബോ സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലും ടർബോ ഈ വർഷത്തെ റെക്കോർഡ് തിരുത്തി കുറിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ ദിനം 6.2 കോടി രൂപയാണ് ചിത്രം വാരിക്കൂട്ടിയത്. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന കളക്ഷനാണിത്. ആദ്യ ദിനം 224 എക്സ്ട്രാ ഷോകളും, 2ാം ദിനം 156ഉം, 3ാം ദിനം 160-ലേറെ ഷോകളും, 4ാം ദിനത്തിൽ 140-ലധികം എക്സ്ട്രാ ഷോകളുമാണ് കേരളത്തിൽ ടർബോയ്ക്കായി ചാർട്ട് ചെയ്തിരുന്നത്. മെയ് 23-ന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ആദ്യ തിങ്കളാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 2.46 കോടി രൂപയാണ്. അടുത്തിടെയൊന്നും മമ്മൂട്ടി എന്ന നടനിൽ കാണാത്തത്ര ഊർജത്തിൽ ജോസായി മാറിയതും മമ്മൂട്ടിയുടെ ആക്ഷനുമാണ് പലരും എടുത്തു പറഞ്ഞ ചിത്രത്തിന്റെ പോസിറ്റീവുകൾ. അതേസമയം പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ കോമഡി എന്റർടൈനർ ഗുരുവായൂർ അമ്പലനടയിൽ 75 കോടി പിന്നിട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആടുജീവിതത്തിന് ശേഷം ഈ വർഷം തന്നെ മറ്റൊരു 100 കോടി പൃഥ്വി നേടുമെന്നാണ് ട്രാക്കർമാർ പറയുന്നത്. കോമഡി ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലെ ബേസിലിന്റെ പ്രകടനവും മികച്ച കയ്യടി നേടുന്നുണ്ട്. ഇത് തന്നെയാണ് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് നയിക്കുന്നതിന്റെ പ്രധാന കാരണവും. ടർബോയ്ക്ക് പിന്നാലെ എത്തിയ തലവനും മികച്ച അഭിപ്രായവും കളക്ഷനുമായി തിയേറ്റർ നിറയ്ക്കുന്നുണ്ട്. ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ കൂട്ടുന്നുണ്ട് തലവൻ. റിലീസ് ചെയ്ത് 5 ദിവസം പിന്നിടുമ്പോൾ 5 കോടിയിലേക്ക് കുതിക്കുകയാണ് തലവൻ. മലയാള സിനിമ അതിന്റെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് നിലവിൽ കടന്നുപോകുന്നത്. ക്ലാഷ് റിലീസുകൾ വന്നിട്ടും എല്ലാ ചിത്രങ്ങളും മികച്ച അഭിപ്രായങ്ങൾ നേടുകയും കളക്ഷനിൽ റെക്കോർഡ് ഇടുകയും ചെയ്യുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുന്നതും ശുഭസൂചനയാണ്. 2024 പിറന്നതിന് ശേഷം ടർബോ അടക്കം 8 ചിത്രങ്ങളാണ് 50 കോടി ക്ലബിൽ എത്തിയത്. ഇതിൽ ഒരു 200 കോടി ക്ലബും 3 100 കോടി ക്ലബും ഉണ്ട്.